ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെറ്റ് പരീക്ഷയ്ക്ക്, അതായത് ഉടൻ വരാൻ പോകുന്ന സെറ്റ് പരീക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന ഒരു 5 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, പഠനം ഓൺ ദ വേയിലായിരിക്കും, റിവിഷൻ നടക്കുകയായിരിക്കും. അപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്യാമേ. ഓക്കെ, അപ്പോൾ ഈ ടോപ്പ് 5 ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വൺ ആണ്: Which scholar is considered the founder of Alamkara School of Sanskrit Poetics? Okay, School of Sanskrit Poetics എന്നറിയപ്പെടുന്ന അലംകാരയുടെ ഫൗണ്ടർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സ്കോളർ ഇവരിൽ ആരാണ്? ഭരത, ഭാമഹ, അതുപോലെ തന്നെ നമുക്ക് ഡാൻഡിൻ ആൻഡ് ഓൾസോ വാമന. ഓക്കെ, ഇവരിൽ ആരാണ് സാൻസ്ക്രിറ്റ് പോയറ്റിക്സ്, അതായത് നമ്മുടെ അലംകാരയുടെ ഫൗണ്ടർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? അത് ഭാമഹയാണ് കേട്ടോ, ഭാമഹയാണ്. Author of Kavyalamkara. Bamaha is considered the founder of Alamkara School. Alamkara School ന്റെ ഫൗണ്ടർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബാമഹായാണ്. കാവ്യാലംകാര എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റിന്റെ ഓതർ കൂടെയാണ്. ഓക്കെ, അപ്പൊ അതേ അങ്ങനെയും ചോദ്യം വരാൻ സാധ്യതയാണ്. ഒരു ചോദ്യത്തിൽ നിന്ന് മറ്റൊരു ചോദ്യം കൂടെ ആയി. കാവ്യാലംകാര ആരാണ് ഓതർ ചെയ്തതെന്ന് ചോദിച്ച ആൻസർ വരുന്നത് ബാമഹായാണ് കേട്ടോ, ബാമഹ. അടുത്ത ക്വസ്റ്റ്യൻ: What is the literal meaning of the term Alamkara? അലംകാര എന്ന് പറയുന്ന എന്താണ് ടേമിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? സൗണ്ട്, മീനിങ്, ഓർണമെന്റ് ഓർ എംബലിഷ്മെന്റ്, എമോഷൻ. ഓക്കെ, ഇമോഷൻ. നോക്കിക്കേ, വാട്ട് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ ടേം അലംകാര? സൗണ്ട്, മീനിങ്, ഓർണമെന്റ് ഓർ എംബലിഷ്മെന്റ്, ഇമോഷൻ. ആൻസർ എന്താ വരുന്നത്? ഓർണമെന്റ് അല്ലെങ്കിൽ ഒരു എംബലിഷ്മെന്റ്. ഓക്കെ, അതായത് സാധാരണ ഭാഷയ്ക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി കൂട്ടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലങ്കാരങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഇന്ത്യൻ പോളിറ്റിക്സിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുമിച്ച് കണ്ട ചോദ്യങ്ങൾ, അതായത് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരുമിച്ച് പോളിറ്റിക്സിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ നമ്മൾ ഒറ്റ വീഡിയോയിൽ ടോപ്പ് 5 ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയതാണ്. ഓക്കെ, സോ ഇറ്റ് റെഫേഴ്സ് ടു ദ എംബലിഷ്മെന്റ് ദാറ്റ് ബ്യൂട്ടിഫൈസ് പോയിട്രി. പോയിട്രിക്കൊക്കെ ഭംഗി കൂട്ടാനായിട്ടാണ് ഈ പറയുന്ന അലങ്കാരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ വിച്ച് ഇൻഫ്ലുവൻഷ്യൽ ടെക്സ്റ്റ് ഡിഡ് ഭരത ഫസ്റ്റ് മെൻഷൻ അലങ്കാരാസ്? ഭരത അലങ്കാരയെ കുറിച്ച് ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത് എവിടെയാണ്? ഓക്കെ, അപ്പൊ ഭാമഹ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്, കോയിൻ ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നീട് ഭരത തന്റെ ഇനിഷ്യേറ്റീവില് ആദ്യമായിട്ട് അലങ്കാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് എവിടെയാണ്? കാവ്യാലങ്കാര സൂത്ര, അടുത്തതായിട്ട് നമുക്ക് ധ്വന്യലോക, ഒപ്പം തന്നെ നമുക്ക് നാട്യശാസ്ത്ര, ഒപ്പം തന്നെ വക്രോക്തി ജീവിത എന്ന് പറയുന്ന 4 ടെക്സ്റ്റുകൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമ്മുടെ നാട്യശാസ്ത്രയ്ക്കകത്താണ്. ഓക്കെ, ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്ന പുസ്തകം നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഭരതാസ് നാട്യശാസ്ത്ര മെൻഷൻസ് എ ഫ്യൂ ബട്ട് ദേ വെർ ലേറ്റർ ഇലാബറേറ്റഡ് ബൈ അതേഴ്സ്. ഓക്കെ, കുറച്ച് ഐഡിയാസ് പറയുന്നുണ്ട്, പിന്നീട് ഈ നാട്യശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വേറെ കുറെ റൈറ്റേഴ്സ് വരികയും അവർ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഒരാളായിരിക്കും ഫൗണ്ട് ചെയ്യുന്നത്, പിന്നെ ഭരതയെ പോലെയുള്ള ആൾക്കാർ അവരുടെ ഐഡിയാസ് അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് വെക്കും. വീണ്ടും വീണ്ടും ഉള്ള തിങ്കേഴ്സ്, നെക്സ്റ്റ് ജനറേഷൻ തിങ്കേഴ്സ് വന്ന് അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യും. According to early Alankara theorists, which of the following is considered an Arthalankara? Embellishment of കണ്ടന്റ് ഓർ മീനിങ്. ഓക്കെ, അതായത് കണ്ടന്റിനെ അല്ലെങ്കിൽ മീനിങ്ങിനെ കൂടുതൽ ഭംഗി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അർത്ഥാലങ്കാര അല്ലെ? അപ്പം അക്കോർഡിംഗ് ടു ഏർലി അലങ്കാര തിയറിസ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആൻ അർത്ഥാലങ്കാര? ഇതിൽ ഏതാണ് അർത്ഥാലങ്കാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഓക്കെ, അലങ്കാരങ്ങൾ തന്നെ നമ്മൾ വാക്കിന് ഭംഗി കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഭാഷയ്ക്ക് ഭംഗി കൊടുക്കുന്നതാണ്. ആ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്ന കണ്ടന്റിന് കൂടുതൽ മനോഹാരിത കൊടുക്കുന്നതിനെ അർത്ഥാലങ്കാര എന്ന് പറയാൻ പറ്റും അല്ലെ? അപ്പം ഇതിനകത്തിൽ ഏതാണ് ഒരു നല്ല അർത്ഥാലങ്കാരം? അനുപ്രാസയാണോ, യമകയാണോ, അതോ നമ്മുടെ യാമകയ്ക്ക് ശേഷം നമുക്കിവിടെ രസവടാലങ്കാര ഉണ്ട്. ഓക്കെ, രസവടാലങ്കാര ഉണ്ട്, അതാണോ? അതോ ഇനി നമ്മുടെ ചിത്രകാവ്യാണോ? ഇതിലേതാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? ഉറപ്പായിട്ടും അത് നമ്മുടെ രസവാദാലങ്കാരയാണ് കേട്ടോ. ഇറ്റ് റിലേറ്റ്സ് ടു ഇമോഷണൽ സ്റ്റേറ്റ്സ് ആസ് ആൻ ഓർണമെന്റ് ടു കണ്ടന്റ്. അതായത് വിഷമമായാലും സന്തോഷമായാലും ഒക്കെ അതിനെ പൂർണ്ണ ഭംഗിയിൽ പൂർണ്ണമായി നമ്മൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ സഹൃദയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇവിടെയൊക്കെ ഉള്ളത്. ഓക്കെ, അതായത് നമ്മൾ എഴുത്തുകാരന്റെ സമാന ഹൃദയത്തിലേക്ക് പോകുന്നു. എഴുത്തുകാരൻ അനുഭവിക്കുന്ന അതേ ഒരു വേദന നമ്മളും, എഴുത്തുകാരൻ അനുഭവിക്കുന്ന അതേ സന്തോഷം റീഡറും മനസ്സിലാക്കുന്നു. അതിനെയൊക്കെയാണ് സഹൃദയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ഡിഡ് ഭാമഹ ഡിവൈഡ് ദ ബ്രോഡ് ടൈപ്സ് ഓഫ് അലങ്കാരാസ്? ഓക്കെ, അപ്പൊ ഈ ബ്രോഡ് ടൈപ്സ് ഓഫ് അലങ്കാരാസിനെ ഭാമക എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2, 3, 4, 5.
2, 3, 4, 5. 2 എന്ന് പറഞ്ഞാൽ ശബ്ദവും അർത്ഥവും. 3 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശബ്ദ അർത്ഥ അതുപോലെ തന്നെ നമുക്ക് ഉഭയ വരുന്നുണ്ട്. പിന്നെ 4, 5 എത്ര ആയിട്ടാണ് ഭാമഹ ഡിവൈഡ് ചെയ്യുന്നത്? ഭാമഹയാണല്ലോ ആദ്യ ഡിവിഷൻ നടത്തുന്നത് അല്ലെ? അപ്പം ഭാമക 3 ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തത്. ശബ്ദ അർത്ഥ അതുപോലെ തന്നെ ഉഭയ. ഓക്കെ, സൗണ്ട് മീനിങ് ആൻഡ് ബോത്ത്. ഓക്കെ, ഉഭയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബ്ദവും അർത്ഥവും ഒരുമിച്ച് അല്ലെ? നമുക്ക് ശബ്ദവും അർത്ഥവും ഒരുമിച്ച് കിട്ടണം എന്നുള്ള ഐഡിയ ആണ്. ഓക്കെ, അപ്പം ടോപ്പ് 5 ക്വസ്റ്റ്യൻസിനകത്തിൽ സെറ്റ് ഇംഗ്ലീഷിന് നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്തത് ഇന്ത്യൻ പോളിറ്റിക്സിൽ നിന്നുള്ള 5 ചോദ്യങ്ങൾ. ഓക്കെ, പല ചോദ്യ പേപ്പറിലായിട്ടായിരിക്കും നമുക്ക് ഈ ചോദ്യങ്ങൾ കിട്ടുന്നത്. എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ തിരിച്ച് പഠിക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് സഹായകമായിട്ട് മാറും. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യൻ പൊളിറ്റിക്സും കൂടെ നോക്കിയിട്ട് പോകണം. നമുക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, മുൻകാല ചോദ്യ പേപ്പറുകൾ അതാണ് നമ്മളോട് പറയുന്നത്. ഈ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ കീപ് ലേണിംഗ്. താങ്ക് യു.